Good afternoon. ഒരാളെ ഉള്ളല്ലേ. ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കുന്നില്ലേ പറയുന്നത്? ദിൽന ദേവദാസ്. ദിൽന. Yes, ma'am. Okay. Good afternoon. Good afternoon. Good afternoon, teacher. Good afternoon. സ്റ്റുഡൻസ് കേറുന്നേ ഉള്ളെന്നാണ് തോന്നുന്നത്. ഒരു പ്രയർ ചെയ്യാവോ ആരെങ്കിലും? ശുഭ, പ്രയർ ചെയ്യാവോ? ചെയ്യാമോ? Dear God, thank you for looking after our school. Thank you that you love each and every one of us here. Help you to learn, play, and share together so that the wonderful world you have made become more beautiful every day. Amen. ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? ആക്ടിവിറ്റി ഒന്നുമില്ലായിരുന്നു തോന്നുന്നു ടീച്ചർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെ പറഞ്ഞു നിർത്തിയത്? ഈ ട്രയാങ്കിളിന്റെ അവിടം വരെ അടിച്ചു. ട്രയാങ്കിളിന്റെ അവിടം വരെയാണ് അല്ലെ? ഇതൊന്ന് ട്രയാങ്കിൾ ഫുള്ള് ഫിനിഷ് ചെയ്തു അല്ലെ? ഫിനിഷ് ചെയ്തു. താഴെ ഉള്ള പാരഗ്രാഫും ഫിനിഷ് ചെയ്തായിരുന്നു. പിന്നെ മാസ്റ്റർ ആൻഡ് സെർവന്റ് പറഞ്ഞായിരുന്നു, ലീഡർ ആൻഡ് ഫോളോവേഴ്സ് പറഞ്ഞായിരുന്നു അല്ലെ? അത്രയും പറഞ്ഞായിരുന്നു. നെക്സ്റ്റ് താഴെ കാണുന്നത് ഒന്ന് റീഡ് ചെയ്യട്ടോ. പേജ് നമ്പർ 172 അതൊന്ന് റീഡ് ചെയ്യൂ. ദ മാനേജ്മെന്റ്, ടൈപ്സ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് കേട്ടോ വരുന്നേ. ദ ഓഫ് മാനേജ്മെന്റ് എന്നല്ല, ഒന്ന് അവിടെ വെട്ടിയിട്ട് ടൈപ്സ് ഓഫ് മാനേജ്മെന്റ് അതൊന്ന് എഴുതാം. ടൈപ്സ് ഓഫ് മാനേജ്മെന്റ്. വായിച്ചു കഴിഞ്ഞല്ലേ? ഇപ്പൊ ഫസ്റ്റ് വൺ സിംഗിൾ പേഴ്സൺ ആണ്. സിംഗിൾ പേഴ്സൺ എന്ന് ശുഭ ഒന്ന് റീഡ് ചെയ്തേ. ഫസ്റ്റ് പാരഗ്രാഫ്. സിംഗിൾ പേഴ്സൺ. Single person, a lady or gent may run a school as the
sole tradership in such cases, they will also be the head of the institution, having the entire control. So the teacher can simply follow the procedure and she can have direct contact with the management. സ്കൂളിന്റെ ഓണർഷിപ്പ് ഒരു ലേഡിക്കോ മെന്നിനോ ആയിരിക്കും. അവരൊരു സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും. ആരുടെയെങ്കിലും ഒരാളായിരിക്കും ആ സ്കൂളിന്റെ ഓണർ. അപ്പോൾ ടീച്ചർക്ക് നേരിട്ട് ആ ഓണർഷിപ്പിലുള്ള ആ ആളോട് ഡയറക്റ്റ് കോണ്ടാക്ട് വെക്കാം. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ആ സിംഗിൾ പേഴ്സൺ ആയിരിക്കും പറയുന്നത്. അപ്പൊ ടീച്ചർക്ക് ആ ഒരാളുടെ ആ സിംഗിൾ മാനേജ്മെന്റിന്റെ ആ ഒരു സിംഗിൾ പേഴ്സന്റെ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ മതി. ടീച്ചർക്ക് അയാളുമായിട്ടൊരു ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, അതായത് ഒരേ ഒരു വ്യക്തിയാണ് ഓണറായിട്ട് വരുന്നത്. ഈ ഓണർ എന്ന് പറയുന്നത് സിംഗിൾ പേഴ്സൺ, അതായത് ഇവിടെ ഹെഡിങ്ങിൽ പറയുന്നത് സിംഗിൾ പേഴ്സൺ ആവും. ഒന്നില്ലെങ്കിൽ ലേഡി ആകാം, ഓക്കെ, ഒരു സ്ത്രീ ആകാം, അല്ലെങ്കിൽ ജെൻഡർ ഒരു പുരുഷനാകാം. ഓക്കെ, അപ്പൊ അദ്ദേഹം ഒറ്റക്ക് നിന്ന് നടത്തുന്നതാണത് ഈ ഒരു സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോ ആ സ്കൂളിന്റെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോ അതുപോലെ തന്നെ ടീച്ചർക്ക് അതുകൊണ്ട് തന്നെ, അതായത് ഒരു ടീച്ചർക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു വ്യക്തിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു വ്യക്തിയാണ്, ഒരു കൂട്ടം വ്യക്തികളല്ല. അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്നതിനോ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനോ ഒക്കെ ഈ വ്യക്തിയെ സിമ്പിൾ ആയിട്ട് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് സിംഗിൾ പേഴ്സൺ മാനേജ്മെന്റ് കേട്ടോ. അതായത് ഒരു വ്യക്തിയാണ്, ആ ഒരു വ്യക്തി എന്നുള്ളത് ചിലപ്പോൾ ലേഡി ആകാം അല്ലെങ്കിൽ പുരുഷനാകാം. ഓക്കെ, അപ്പോ ഈ ഒരു വ്യക്തിയാണ് ആ സ്കൂളിലെ മൊത്തം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ വ്യക്തി ആയതുകൊണ്ട് തന്നെ ടീച്ചർക്ക് എളുപ്പത്തിൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാനും സാധിക്കും. ദാറ്റ് ഈസ് സിംഗിൾ പേഴ്സൺ മാനേജ്മെന്റ്. മനസ്സിലായോ? നിങ്ങളുടെ അടുത്തുണ്ടോ സിംഗിൾ പേഴ്സൺ ഒരാള് എന്താ പറയാ അധികാരിയായിട്ടുള്ള സ്കൂളുകൾ നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഓർത്തു നോക്കി, അറിയാമോ? ഒറ്റ വ്യക്തിയാണ്, ഒരു വ്യക്തിയാണ്, ഒരാള്. ഇല്ല, അടുത്ത് എവിടെയും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ അസോസിയേഷൻസ്, ട്രസ്റ്റ് ഓർ സൊസൈറ്റി. അതൊന്ന് വായിക്കൂ കേട്ടോ, ആരെങ്കിലും ഒരാള്. അനില വായിക്കൂ. എനിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റണില്ല, ചെറിയ രീതിയില കേൾക്കാൻ പറ്റണുള്ളൂ. എന്റെ മാത്രം കുഴപ്പമാണോ? രാജേശ്വരിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? ഇല്ല, എനിക്ക് വളരെ ചെറിയ രീതിയിലേ കേൾക്കാൻ പറ്റുള്ളൂ. ഫുൾ ഇതാണ് സൗണ്ട് വെച്ചേക്കുന്നത്. ബാക്കി എല്ലാവർക്കും സൗണ്ട് ഓക്കെ ആണോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ രാജേശ്വരി? ചെറിയ രീതിയിൽ തന്നെ കേൾക്കാൻ പറ്റണുള്ളൂ ഇപ്പോ. അതെ അല്ലേ? ബാക്കി എല്ലാവർക്കും എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. തമ്പ് കേട്ടോ ഉണ്ടെങ്കിൽ ഉണ്ട്. അപ്പോ രാജേശ്വരി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോബ്ലമോ ആയിരിക്കാം കേട്ടോ. ഓക്കെ മിസ്, ഞാൻ ചെയ്ത് നോക്കാം. ഓക്കെ, വായിച്ചോളൂ. അസോസിയേഷൻ വായിച്ചോളൂ കേട്ടോ. Association, trust or society. Sometimes the school are controlled by association, which may be communal or urban or some other groups. In such cases, there are chances for too many rules. It is better for the teacher to avoid contacting the management in person and access the immediate superior. എന്താ മനസ്സിലായത് അനില? എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല് sometimes school controlled by association which many urban or some other group. എന്തെങ്കിലും ഗ്രൂപ്പിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസോസിയേഷന്റെയോ നിയന്ത്രണത്തിൽ ആയിരിക്കും. അങ്ങനെയാണോ മിസ്സേ? അതെ, പറഞ്ഞോളൂ. ഞാൻ പറയാം എന്തായാലും. പറഞ്ഞോളൂ.
പിന്നെ in such cases there are just too many rules. അവിടെ റൂൾസ് ആ റെഗുലേഷൻസ് ഒക്കെ അപ്പൊ അവര് പറയുന്ന എനിക്ക് മനസ്സിലായ കാര്യമുണ്ടോ ചിലപ്പോ തെറ്റിപ്പോവാ. പറഞ്ഞോളൂ, കുഴപ്പമില്ല. ചില സ്ഥാപനങ്ങൾ ചില അസോസിയേഷന്റെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒക്കെ കീഴിൽ പ്രവർത്തിക്കുന്നതായിരിക്കാം. അപ്പൊ അവര് നൽകുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് പ്രവർത്തിക്കേണ്ടതായി വരും. പിന്നെ എന്താ പറയാ, ഇവർക്ക് it's better for teachers to avoid contacting the management person and immediate superior. അതെനിക്ക് ക്ലിയർ ആയില്ല. എനിക്ക് തോന്നുന്നു ടീച്ചർ ഇപ്പൊ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാനേജ്മെന്റ് നൽകുന്ന ഈ റൂൾസ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും എന്നാണോ? ഡയറക്റ്റ് ഉള്ളൊരു കോണ്ടാക്ട്, അതായത് ഈ പേഴ്സണലുള്ള കോണ്ടാക്ട് ചെയ്യേണ്ടി വരും എന്നാണോ മനസ്സിലായത്? അതായത് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ട് ട്രസ്റ്റ് ഓർ സൊസൈറ്റി, അതായത് ഒരു പേഴ്സൺ അല്ല. നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞത് സിംഗിൾ പേഴ്സൺ ആണ്, ഒരൊറ്റ വ്യക്തിയാണ് സ്കൂളിനെ നിയന്ത്രിക്കുന്നത്. എന്നാൽ രണ്ടാമത് അതായത് അസോസിയേഷനിൽ വരുമ്പോൾ ഒരു കൂട്ടം ആളുകളാണ്. ഓക്കെ, ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് അത് ചിലപ്പോ ബാങ്ക് എംപ്ലോയീസ്, അതായത് റിട്ടയർഡ് ആയിട്ടുള്ള ബാങ്ക് എംപ്ലോയീസ് ആയിരിക്കാം. അതുപോലെ തന്നെ കുറച്ച് ലേഡീസ് അധികമായിട്ട് ചേർന്ന്, ഇപ്പോ നമുക്കറിയാലേ കുടുംബശ്രീ പോലുള്ള പല പല സംരംഭങ്ങളും കാര്യങ്ങളും ഗ്രൂപ്പായിട്ടാണ് നടത്തുന്നത്. അപ്പൊ അതുപോലെ തന്നെ ചില ഇപ്പോ കുറച്ച് അധികം എന്താ പറയാ നല്ല ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന എന്താ പറയാ സ്ത്രീകൾ, അതായത് ക്യാഷ് ഒക്കെ കുറച്ച് അധികമായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആളുകൾ, അപ്പൊ അത്തരത്തിലുള്ള ചില സ്ത്രീകൾ ചേർന്ന് നടത്തുന്നത്, അതും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയീസ്, അതായത് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾ, അതുപോലെ തന്നെ ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകള്, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സ്കൂളുകളൊക്കെ ഓപ്പൺ ചെയ്യാറുണ്ട്. അതായത് അവരുടെ റിട്ടയർമെന്റ് വേളയില് എന്തെങ്കിലും, അതായത് അവർ ഇത്രയും നാള് സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണം കൊണ്ട് എന്തെങ്കിലും ഒരു സംരംഭമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ തന്നെ സ്കൂളോ അല്ലെങ്കിൽ അനാഥാലയമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു കൂട്ടം വ്യക്തികള് നടത്തുന്ന സ്കൂളുകളെയാണ് അസോസിയേഷൻസ് അല്ലെങ്കിൽ ട്രസ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകളാണ്, അതായത് ഒരു വ്യക്തിയല്ല. നേരത്തെ നമ്മൾ ഒരു വ്യക്തിയെയാണ് പറഞ്ഞത്. ഒരു വ്യക്തി ആവുമ്പോൾ അയാൾക്ക് തന്നെ ചില കാര്യങ്ങൾ തീരുമാനിക്കാം, അത് നടപ്പാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ഒരു കൂട്ടം വ്യക്തികളാകുമ്പോൾ കുറേയധികം റൂൾസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്, ഇല്ലേ? നിയമങ്ങൾ ഉണ്ടാവില്ലേ? ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്നൊരു കാര്യം നടത്തി കഴിഞ്ഞാല് ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. കാരണം എല്ലാവർക്കും തുല്യമായിട്ട് ഈക്വൽ ആയിട്ട്, അതായത് ഇപ്പൊ 5 പേര് ചേർന്നിട്ടാണ് ഒരു സ്കൂൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംരംഭം നടത്തിയിട്ടുള്ളതെങ്കിൽ ഈ 5 പേരുടെയും അഭിപ്രായം നോക്കണം, അല്ലെ? ഒരാൾക്ക് മാത്രമായിട്ട് അവിടെ ഒന്നും, അതായത് 5 പേര് ചേർന്നിട്ട് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത്, ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഈ 5 പേരുടെ ഒപ്പീനിയൻ ഒന്നാകുന്ന സമയത്താണ് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കാനായിട്ട് പറ്റുള്ളൂ. നേരത്തെ നമ്മൾ സിംഗിൾ പേഴ്സണെ നോക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കാം, അത് നടപ്പാക്കാം. പക്ഷെ ഇവിടെ 5 പേര് ചേർന്നായിട്ടാണ് ഒരു കാര്യം തീരുമാനിക്കുന്നത്. അപ്പൊ 5 പേര് ചേർന്ന് തീരുമാനിക്കുമ്പോൾ അതിനകത്ത് ഒന്നാമന്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല രണ്ടാമൻ ഉണ്ടാവുന്നത്, രണ്ടാമന്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല മൂന്നാമൻ ഉണ്ടാകുന്നത്. അപ്പോ വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസം വരാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുവാണ്, ഈ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ട്രസ്റ്റ് ഓർ സൊസൈറ്റി എന്ന് പറയുന്ന ആ ഒരു മാനേജ്മെന്റില് അവര് സ്കൂളില് ഒരു കിണറ് എന്താ പറയാ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനം എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരാളാണ് അതിനകത്ത് ഒരു അഭിപ്രായം പറയുന്നത്, എന്താണ് കിണറ് ഈ ഒരു സ്കൂളിന് വേണം, നല്ലതാണ് അതുള്ളത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഒരു അഭിപ്രായം പറയാണ്. 5 പേരിൽ ഒരാൾ പറയുവാണ്. അപ്പൊ മറ്റേ ആള് പറയുവാണ്, എന്തിനാണ് അതിന്റെ ആവശ്യം, എന്താണ് ഇവിടെ ടാപ്പ് ഉണ്ടല്ലോ, പൈപ്പ് വെള്ളം ഉണ്ടല്ലോ, പിന്നെ കിണറിന്റെ ആവശ്യം അത് ആവശ്യമേ അല്ല എന്ന് പറയാണ്. അപ്പൊ വേറൊരാള് പറയുവാണ്, നമുക്ക് അതിന് പകരം വേറെ എന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ചുകൂടെ എന്ന് പറയുവാണ്. അപ്പൊ ഇവിടെ ഈ 5 പേരുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. ഇത് ആദ്യത്തെ ആളുടെ ഒപ്പീനിയനിലോട്ട് ബാക്കി 4 പേര് യോജിച്ചാലാണ് ആ കിണർ അവിടെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുക. ആണോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? ആണല്ലേ? അപ്പൊ ഇതുപോലെ തന്നെയാണ്, അതായത് ഈ ഒരു കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ 5 പേര്, അതായത് ആരൊക്കെയാണോ ആ മാനേജ്മെന്റ് ആയിട്ടുള്ളത് അവരുടെയൊക്കെ തീരുമാനങ്ങൾ ഒന്നാകണം.
അപ്പൊ ഇവിടെ റൂൾസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്. അതായത് കുറച്ചധികം റൂൾസ് ഉണ്ടാവാം. കാരണം ഒരാൾക്ക് ഒറ്റയ്ക്ക് മാത്രം തീരുമാനിക്കാനായിട്ട് പാടില്ല. 5 പേരും കൂടി ഒത്തൊരുമിച്ചിട്ടാണ് തീരുമാനം എടുക്കേണ്ടത്. ഓരോരുത്തർക്കും ഓരോരോ ഡ്യൂട്ടി കൊടുക്കാറുണ്ട്. അപ്പോ അവർക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അവര് ലാസ്റ്റ് ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ തീരുമാനത്തിൽ എത്തും. അതിൽ ബാക്കിയുള്ള ആളുകൾ യോജിക്കുന്നുണ്ടെങ്കിലാണ് ആ ഒരു കാര്യം തീരുമാനിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ അല്ലെങ്കിൽ മാനേജ്മെന്റിൽ നമ്മൾ കാണുന്നത് പലതരത്തിലുള്ള റൂൾസ്, നിയമങ്ങൾ കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിന് ഇവരുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ 5 പേരോടും അനുമതി ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പെർമിഷൻ ചോദിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ 5 പേര് ഈ ഒരു ടീമായിട്ടുള്ള ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ഹെഡ് മാസ്റ്റർ ആകാം, പ്രിൻസിപ്പൾ ആകാം, അല്ലെങ്കിൽ വേറെ വല്ല വ്യക്തികളായിരിക്കാം. അപ്പോ അവരോട് ആരാണ് ഈ ടീച്ചറിന്റെ സുപ്പീരിയർ ആരാണോ അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, അവരെന്ത് ചെയ്യും? ആ സുപ്പീരിയർ എന്ത് ചെയ്യും? ഈ മാനേജ്മെന്റ് അതായത് ഈ ടീമിനെ ഈ കാര്യങ്ങൾ അറിയിക്കും. നമ്മൾ നേരത്തെ സിംഗിൾ പേഴ്സണിൽ കണ്ടത് സിംഗിൾ പേഴ്സൺ നേരിട്ട് ടീച്ചേഴ്സിന് എന്ത് ചെയ്യാം? ഇന്ററാക്ട് ചെയ്യാവുന്നതാണ് സിംഗിൾ പേഴ്സണുമായിട്ട്. പക്ഷെ ഗ്രൂപ്പ് ആകുമ്പോൾ ടീച്ചേഴ്സ് അവോയ്ഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. മറിച്ച് സുപ്പീരിയറിനെ വിവരങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. ക്ലിയർ ആയോ? അസോസിയേഷൻ, ട്രസ്റ്റ് ഓർ സൊസൈറ്റി ഓക്കെ ആണോ? ഓക്കെ. മൂന്നാമത്തേത് റീഡ് ചെയ്തോളൂ കേട്ടോ. ഒരാള് റിലീജിയസ് ഗ്രൂപ്പ്സ്. Religious groups. This type of school is started only for the development of the religion. So there are more religion activities. The teacher should understand this before joining the school. Even if the teacher does not belong to that religion, she wants to follow the instructions. അതായത് ഒരു റിലീജിയൻസ് ഗ്രൂപ്പ്സ് ആയിട്ട് അവർ നടത്തുന്ന സ്കൂളുകളെ പറ്റി. ദിസ് ടൈപ്പ് ഓഫ് സ്കൂൾ സ്റ്റാർട്ടഡ് ഓൺലി ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ റിലീജിയൻ. ഓരോ മതവിശ്വാസികളും അല്ലെങ്കിൽ ഒരു മതത്തിന് അധിഷ്ഠിതമായിട്ട് ഒരു സ്കൂള് പ്രവർത്തിക്കുക. എക്സാമ്പിൾ ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ ഉണ്ടാവും, അപ്പോ മുസ്ലിംസ് അങ്ങനെയുള്ള സ്കൂളിൽ. സോ ദർ ആർ മോർ റിലീജിയസ് ആക്ടിവിറ്റീസ്. അവിടെ കുറെ മതപരമായിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസുകൾ ഉണ്ടാവും. ഇപ്പൊ ഒരു ഹിന്ദു ടീച്ചേഴ്സിന് മുസ്ലിംസിന്റെയോ അല്ലെ ക്രിസ്ത്യൻസിന്റെ കീഴിലുള്ള സ്കൂളിൽ പോകുമ്പോൾ ആ ആക്ടിവിറ്റി അറിയണമെന്നില്ല. അപ്പോൾ ദ ടീച്ചർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ബിഫോർ ജോയിനിങ് ദ സ്കൂൾ. അപ്പൊ അതിൽ ജോയിൻ ചെയ്യും മുമ്പേ ടീച്ചേഴ്സിന് അതിനെപ്പറ്റി ഒരു സ്കൂളിനെ പറ്റിയിട്ട് ആ റിലീജിയൻ ഏത് റിലീജിയനും ബന്ധപ്പെട്ടിട്ടാണോ സ്കൂളിൽ, അപ്പൊ അതില്ലാത്ത ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട് ടീച്ചർക്ക് ഒരു നോളജ് ഉണ്ടായിരിക്കണം, ഒരു അറിവ് ഉണ്ടായിരിക്കണം. Even if the teacher does not belong to that religion, she wants to follow the instruction. അഥവാ ടീച്ചർക്ക് അറിയാത്ത ഒരു ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ, ഇപ്പൊ ഒരു ഹിന്ദു ടീച്ചർ ആണെങ്കിൽ ക്രിസ്ത്യൻസിന്റെ റിലീജിയനായിട്ട് ബന്ധപ്പെട്ട് അവരെ ആക്ടിവിറ്റീസ് ഒന്നും അറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിംസിന്റെ ആക്ടിവിറ്റീസ് ഒന്നും അറിയില്ല എങ്കിൽ എന്ത് ചെയ്യും? അവര് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തിട്ട് അവിടെ പ്രവർത്തിക്കേണ്ടി വരും. ഓക്കെ. താങ്ക് യു. അപ്പൊ റിലീജിയസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അതായത് ഈ സ്കൂൾ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ റിലീജിയന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. നമ്മുടെ PDF പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ഇത്തരം സ്കൂളുകൾ സ്ഥാപിക്കുന്നത് ഓരോ റിലീജിയൻ ബേസ്ഡ് ആയിരിക്കും. റിലീജിയന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത്തരം സ്കൂളുകൾ സ്ഥാപിക്കുന്നത്. അപ്പൊ അവിടെ കൂടുതലായിട്ട് നടക്കുന്നത് റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോ ഒരു ടീച്ചർ ഇപ്പോ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചിലപ്പോ, അതായത് ഒരു എന്താ പറയാ, ആ ടീച്ചറുടെ റിലീജിയനുമായി ബന്ധമില്ലാത്തൊരു സ്കൂളിലായിരിക്കാം ചിലപ്പോ ടീച്ചർ ജോയിൻ ചെയ്യുന്നത്. അപ്പോ ആ ടീച്ചർ ചില കാര്യങ്ങൾ ഇതിനെ തുടർന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം ചില ഇൻസ്ട്രക്ഷൻസ് എന്നാൽ മാത്രമാണ് ടീച്ചർക്ക് പാലിക്കാനായിട്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് പറ്റുക എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു പാരഗ്രാഫില് റിലീജിയന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത്
ചില സ്കൂളുകളുണ്ട് നമുക്കറിയാം, ക്രിസ്ത്യൻ സ്കൂളുകള്, അതുപോലെ തന്നെ ഹിന്ദു സ്കൂളുകള്, അങ്ങനെ പലതരത്തിലുള്ള സ്കൂളുകളുണ്ട്. അപ്പോ അവിടെയൊക്കെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും കാര്യങ്ങൾ, അതായത് റിലീജിയനോട് ബന്ധപ്പെട്ട് ഒരു എന്താ പറയുക, ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്രിസ്ത്യൻ സ്കൂൾ എടുത്തു കഴിഞ്ഞാല് നമുക്കറിയാം അവിടെ ധാരാളം മോറൽ വാല്യൂസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാറുണ്ട് അല്ലെ? ഉണ്ടോ? പഠിപ്പിക്കാറുണ്ടോ? ആരെങ്കിലും ഒരാൾ പറയാമോ? ഉണ്ടല്ലേ? ആ, എന്തിനാ ഇത് പഠിപ്പിക്കുന്നേ? അതിനകത്ത് അവിടെയുള്ള, അതായത് ആ ഒരു ക്രിസ്ത്യൻ കുട്ടികൾ മാത്രമായിട്ടാണ് അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ടാണോ അത് പഠിപ്പിക്കുന്നത്? അവർക്ക് വേണ്ടി മാത്രമാണോ പഠിപ്പിക്കുന്നത്? മറ്റു കുട്ടികൾ എന്താണ്? അല്ല, മറ്റു കുട്ടികളും ഇൻവോൾവ് ആകാറുണ്ട് അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ. അതായത് ഏതൊരു റിലീജിയൻ, അതായത് റിലീജിയൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഉണ്ടാകാം, അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഫോംസിലാകാം, ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ ഫോളോവിങ്സും ഒക്കെ ആവാം, മെത്തേഡുകളായിരിക്കാം ഉണ്ടാകുന്നതെങ്കിൽ കൂടിയും എല്ലാ റിലീജിയനും മുൻപോട്ട് വെക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് കുട്ടികളുടെ ഡെവലപ്മെന്റ്, അവരുടെ ഹാർമണി, പീസ്, ഈ 3 കാര്യങ്ങളുമാണ് എല്ലാ റിലീജിയനും മുൻപോട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ റിലീജിയനെ ഒരിക്കലും വേർതിരിച്ച് കാണുകയോ അല്ലെങ്കിൽ അത് നല്ലതാണ് അത് ചീത്തയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ബോധയിടേണ്ട ആവശ്യമില്ല. എവ്രി റിലീജിയൻ, എല്ലാ റിലീജിയനും മുന്നോട്ട് വെക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് കുട്ടികളുടെ ഡെവലപ്മെന്റ് ആണ്. ആ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചില മോറൽ വാല്യൂസ് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാകാം അല്ലെ? ഇപ്പോ എന്താണ് ആ ബുക്കിന്റെ പേരെന്തായിരുന്നു? സന്മാർഗിക സന്മാർഗ പാഠം ആണോ? അതാണോ? അതെ അതെ അതെ, അത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? എക്സാം ഇല്ലേ? ഉണ്ട് ടീച്ചർ, ഉണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ, അതായത് ഞാൻ 5 മുതൽ 7 വരെ ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോ ഈ 5ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ കുറച്ച് സമയം, അതായത് ഇന്റർവെൽ, അതായത് നമ്മളുടെ ലഞ്ച് ബ്രേക്കിന് മുമ്പ് കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പോ കുറച്ച് നാൾ അങ്ങനെ പഠിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു എക്സാം ഉണ്ടാവും. ആ എക്സാം നമ്മൾക്ക് എഴുതാം. അപ്പൊ ഇതിനകത്ത് പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു റിലീജിയനെ മാത്രം നമ്മൾ ഊന്നൽ നൽകിയെങ്കിൽ അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. കുറെ അധികം എന്താ പറയാ സ്റ്റോറികളും കുറെ അധികം കാര്യങ്ങളും മെസ്സേജുകളൊക്കെ അതിനകത്തുണ്ട്. അത് നമ്മുടെ ലൈഫിൽ ഉൾക്കൊണ്ട് നമ്മൾ നല്ലൊരു വ്യക്തിയായി തീരാൻ വേണ്ടിയിട്ടാണ്, അതായത് കുട്ടികൾ നല്ല രീതിയിൽ വളരുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ കുട്ടികളുടെ ഡെവലപ്മെന്റ്, അവരുടെ പീസ്, അവരുടെ ഹാർമണി, ഇതാണ് ഈ ഒരു റിലീജിയൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരുടെ, അതായത് റിലീജിയസ് സ്കൂളിന്റെ പർപ്പസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാ റിലീജിയനും അതിൻ്റെതായിട്ടുള്ള നല്ല വശങ്ങളുണ്ട്. അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ചില സ്കൂളുകളിൽ, ഇപ്പൊ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ ചിലപ്പോ ഹിന്ദു ആയിട്ടുള്ള ഒരു ടീച്ചർ ചെന്ന് കഴിഞ്ഞാല് ചിലപ്പോ അതിൻ്റെതായിട്ടുള്ള ചില, അതായത് അവർ ചെയ്യുന്ന ചില മെത്തേഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചില ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഒരിക്കലും ഒരു മതവും നമ്മളെ കമ്പൽ ചെയ്യുന്നില്ല ഒരു കാര്യവും ചെയ്യാനായിട്ട് കേട്ടോ. കേവലം ഇൻസ്ട്രക്ഷൻസ് പാലിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. അപ്പൊ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുമെങ്കിലും പിന്നീട് നമ്മൾ അതുമായിട്ട് അഡാപ്റ്റഡ് ആയിക്കോളും. ഓക്കെ, അതാണ് റിലീജിയസ് ഗ്രൂപ്പിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാനുണ്ടോ റിലീജിയസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട്? ഓക്കെ, നെക്സ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ മാനേജ്മെന്റ്. ഒരാളൊന്ന് വായിക്കാമോ? Communication with the management. The teacher should not contact the top management, often even with her prompt superior. Daily duty is to wish in the morning and get permission while leaving from the school. അതായത് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ മെയിൻ മാനേജ്മെന്റ് ആയിട്ട്, ടോപ്പ് ആയിട്ടുള്ള മാനേജ്മെന്റിനായിട്ട് ഒരുപാട് അവരായിട്ട് എന്താ പറയാ കൂടുതൽ
ഇന്ററാക്ട് ചെയ്യാനായിട്ട് കാര്യങ്ങൾക്കൊന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ അവരുടെ ഡെയിലി ഉള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിഷ് ചെയ്യുക, പോകാൻ നേരത്തെ ലീവിങ്ങിന്റെ ഇതൊന്ന് പറയാ, അത്രയും മാത്രം ചെയ്താൽ മതിയാവും ആണോ മിസ്സേ? അതായത് നമ്മള് മാനേജ്മെന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് സുപ്പീരിയർ അവരെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യമായിട്ട് കാണേണ്ടതുണ്ട്. മാനേജ്മെന്റിനെ കാണുമ്പോഴായാലും സുപ്പീരിയേഴ്സിനെ കാണുമ്പോഴായാലും ആ സമയത്ത് കൃത്യമായിട്ട്, അതായത് അവരെ കാണുന്ന സമയത്ത് വിഷ് ചെയ്യുക. അതായത് മോർണിംഗിൽ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുക, പിന്നെ സ്കൂളിൽ നിന്ന് വിട്ടു പോകുമ്പോൾ താങ്ക് യു അല്ലെങ്കിൽ ബൈ പറയുക. അങ്ങനെയുള്ള വിഷസും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ പാരന്റ്സ്. ആ ഒരു പേജ് ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ. രാജലക്ഷ്മി റീഡ് ചെയ്യാമോ പാരന്റ്സ്? കേൾക്കാമോ മിസ്? കേൾക്കാം. Modern educational management feels like parents as customers, so teachers should have to be calm and polite even if the parents shout or use debris words. The teacher should not lose temper. Teachers should avoid meeting the parents or discussing with the parents anywhere outside of the school. Even in the school, she should not yield to any undue expectation of the parents. Many times, parents are communicated by the management through the teacher only. While carrying the instructions of the management to the parents, teachers should not adhere on private opinion. Only decisions of the management should have to be dispatched to the parents, not all the discussions. അതായത് ഈ ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ മാനേജ്മെന്റ് ഈ പേരൻസിന് ഒരു ഉപഭോക്താവായിട്ടാണ് കാണുന്നത്.
അതുകൊണ്ട് ടീച്ചേഴ്സ് എപ്പോഴും അവരോട് ശാന്തമായിട്ടും മര്യാദയായിട്ടും പെരുമാറണം. ചിലപ്പോ പാരന്റ്സ് ചിലപ്പോ ഷൗട്ട് ചെയ്യും. അവര് എന്തെങ്കിലും കുട്ടികളുടെ പഠിത്തകാര്യമൊക്കെ പറയുമ്പോ അവര് ചിലപ്പോ ഷൗട്ട് ചെയ്യാൻ ചിലപ്പോ മോശം വാക്കൊക്കെ പറയാം. പക്ഷെ ടീച്ചേഴ്സിന് അവരുടെ കൺട്രോൾ പോകാൻ പാടില്ല. ടീച്ചേഴ്സ് ഒരിക്കലും അവരോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ടീച്ചേഴ്സ് എപ്പോഴും എപ്പോഴും ആ പേരൻസിനോട് സ്കൂളിന് പുറത്ത് എവിടെയെങ്കിലും പേരൻസിനെ മാറ്റി നിർത്തി അവരോട് സംസാരിക്കാൻ പറ്റും. ഇവൻ ഇൻ ദ സ്കൂൾ she should not എക്സ്പെക്ടേഷൻ അത് മനസ്സിലായില്ല മിസ്. മനസ്സിലായില്ല. അതായത് മോഡേൺ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ്, അതായത് പുതിയ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പാരന്റ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിനെ പോലെയാണ്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നോ? കസ്റ്റമേഴ്സിനെ പോലെയായിരുന്നോ മുമ്പൊക്കെ ട്രീറ്റ് ചെയ്തിരുന്നത്? ആണോ? പണ്ട് എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത്? ഇപ്പൊ ബഹുമാനം, ഭയം. എന്താണ് ശുഭ? പണ്ടൊക്കെ നമുക്ക് ടീച്ചർമാരെ പേടി, ഒരു ബഹുമാനം ഒക്കെ ഉണ്ടാവും. പിന്നെ എന്റെ പേരൻസ് ഒക്കെ സ്കൂളിൽ വന്ന് ടീച്ചറോട് പറയും, നല്ല അടി വെച്ച് കൊടുത്തോ ടീച്ചറെ, ക്ലാസ്സിൽ ഇരുന്ന് വർത്താനം പറയോ പഠിക്കാതിരിക്കുകയോ ചെയ്യുകയാണെ പുറം അടിച്ചു പൊളിച്ചോ, ഞങ്ങൾ ഒരു പരാതിയായിട്ട് വരില്ല. അങ്ങനെ പറയും. ഇപ്പത്തെ പേരൻസ് കുട്ടികളെ ടീച്ചർ അടിക്കണ്ട, വടി എടുത്താ പരാതിയായിട്ട് ടീച്ചർമാരുടെ ചീത്ത പറയാൻ ചെല്ലും. അതെ, അതായത് പണ്ടത്തെ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്കൂളിൽ നിന്നൊക്കെ വിളിപ്പിക്കുന്നെന്ന് പറഞ്ഞാല് ഭയങ്കര പേടിയാണ് അല്ലെ? എച്ച്എമ്മിന്റെ പോയി അവരുടെ മുമ്പിൽ പോയി നിൽക്കാനും ടീച്ചേഴ്സിനോട് സംസാരിക്കാനൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് മുമ്പത്തെ പാരന്റ്സ് പോയിരുന്നത്. അന്നെന്ന് പറഞ്ഞാല് അവിടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ഇവർക്കൊക്കെയാണ് റോള് കൂടുതലായിട്ടുണ്ടായിരുന്നത്. അവര് പറയുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് റിയൽ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ റിയാലിറ്റി. അത് അവര് പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ കുട്ടികളും അതുപോലെ തന്നെ പാരന്റ്സും കേൾക്കണം. ആ ഒരു രീതിയിലാണ് മുമ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴെന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്. എന്താണ്, അതായത് ഈ അതായത് പുതിയ രീതിയിലുള്ള പാരന്റ്സ് കസ്റ്റമേഴ്സ് ആണ്. അതായത് കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഫേം നടത്തുവാണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുവാണെങ്കിലും അവിടുത്തെ കസ്റ്റമേഴ്സിനെ, നമ്മളൊരു സ്ഥാപനം നടത്തുകയാണ്, ഒരു ഷോപ്പ് നടത്തുവാണെങ്കിലും അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്താലാണ് വീണ്ടും ആ കസ്റ്റമർ അവിടേക്ക് വരിക, ആ പ്രൊഡക്റ്റ് വാങ്ങുക, അല്ലെ? അങ്ങനെയാണോ? അപ്പോ ഇവിടെ ഈ ഒരു പുതിയ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ മോഡേൺ വേൾഡിലെ പാരന്റ്സ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആണ്. അപ്പോ അവര് ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴത്തെ പാരന്റ്സ് സ്കൂളിലേക്ക് ചെല്ലുന്നത്. ടീച്ചേഴ്സ് ആണ് അവിടെ പേടിച്ച് നിൽക്കുക. കാരണം ആ ടീച്ചേഴ്സിന് അവിടെ യാതൊരു തരത്തിലുള്ള റോളോ കാര്യങ്ങളോ ഇല്ല. അവിടെ പാരന്റ്സ് എന്താണോ പറയുന്നത് ആ കാര്യങ്ങള് ടീച്ചേഴ്സ് അനുസരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് ചെയ്യുന്നത്. പിന്നെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവരുടെ മുന്നിൽ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ അവരോട് ബിഹേവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട്, അതായത് കുറച്ചും കൂടി ക്ഷമയോടുകൂടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ വേണം സംസാരിക്കാനായിട്ട്. പിന്നെ മോശം വാക്കുകളോ കാര്യങ്ങളോ ഒന്നും ടീച്ചേഴ്സ് പാരന്റ്സിനോട് പറയാനായിട്ട് പാടില്ല. പിന്നെ അതുപോലെ തന്നെ അവരെ പെട്ടെന്ന് ദേഷ്യപ്പെടുത്താനോ അവരെ എന്താ പറയാ ഭയങ്കര ആംഗ്രി ആക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടുള്ളതല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു പ്രത്യേക കാര്യം ഇവിടെ പറയുന്നത്, ടീച്ചേഴ്സ് അതായത് പുറത്ത് നമുക്കറിയാം സ്കൂളിലൊക്കെയാണ് മീറ്റിങ്ങുകൾ നടക്കുക അല്ലെ? പാരന്റ്സ് മീറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴാണ് കുട്ടികളുടെ കാര്യങ്ങള് ടീച്ചേഴ്സ് പാരന്റ്സിനോട് പറയാം. ഇനി ടീച്ചേഴ്സ് പുറത്തെവിടെയെങ്കിലും വെച്ചിട്ട് പാരന്റ്സിനെ കാണുവാണെങ്കിൽ അത്തരത്തിലുള്ള ഡിസ്കഷൻ, അതായത് കുട്ടിയുടെ പഠന കാര്യങ്ങളുമായിട്ടുള്ള ഡിസ്കഷൻസ് അവിടെ വെച്ച് നടത്തുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും സ്കൂളിൽ വെച്ച് തന്നെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കാനായിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം. പുറത്തെ ഇപ്പൊ ഏതെങ്കിലും ഒരു മോളിൽ വെച്ച് കണ്ടു അല്ലെങ്കിൽ പാർക്കിൽ വെച്ച് കണ്ടു, അവിടെ വെച്ചൊന്നും കുട്ടികളുടെ കാര്യങ്ങള് ഡിസ്കസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ പാരന്റ്സിന് ചില എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോ അത് ഒരിക്കലും അവരുടെ എക്സ്പെക്ടേഷനിൽ നിന്ന് കുറച്ചും കൂടി അധികമോ അല്ലെങ്കിൽ കുറവോ ആകരുത് ഈ ടീച്ചേഴ്സിൽ നിന്നുള്ള ബിഹേവിയർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം മാനേജ്മെന്റും ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, മാനേജ്മെന്റും കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, മാനേജ്മെന്റും പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മളൊരു ട്രയാങ്കിൾ പഠിച്ചില്ലേ അല്ലേ? ഒരു ട്രയാങ്കിൾ നോക്കിയില്ലേ? ആ ട്രയാങ്കിളിൽ ആരൊക്കെയായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്? പാരന്റ്സും മാനേജ്മെന്റുമായിട്ടുണ്ട്, പാരന്റ്സും ടീച്ചേഴ്സുമായിട്ടുണ്ട്, അതുപോലെ പാരന്റ്സും കുട്ടികളുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇത്തരത്തില് ചില കമ്മ്യൂണിക്കേഷൻസ് നടത്തുമ്പോൾ, അതായത് മാനേജ്മെന്റ് പാരന്റ്സുമായിട്ട് ചില കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് നമുക്കറിയാം ടീച്ചർക്ക് ഒരിക്കലും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടാവാൻ പാടില്ല. അതായത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് ക്ലാസ് റൂമിൽ അധികം കാര്യങ്ങളില്ല. മാനേജ്മെന്റ് എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പിലാക്കുന്ന ആളാണെന്ത്? ടീച്ചർ എന്ന് പറയുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോ ഒരു ക്ലാസ് റൂമില് കുട്ടികൾ ഇരിക്കുവാണ്. കുട്ടികൾ ഇരിക്കുമ്പോൾ തന്നെ ടീച്ചർ മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് ഇവിടുത്തെ മാനേജ്മെന്റ് അത്ര നല്ലതല്ല, നിങ്ങൾ വേറെ സ്കൂളിൽ ചേരുന്നതായിരിക്കും നല്ലത്, കുറച്ചുകൂടി നല്ല രീതിയിലുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉള്ള സ്കൂളിലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നിങ്ങളുടെ പഠനം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുമെന്ന് ടീച്ചർ പറയുവാണ് കുട്ടികളോട്. എന്താ സംഭവിക്കുക അവിടെ? എന്താ സംഭവിക്കുന്നേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടീച്ചർ അങ്ങനെ പറഞ്ഞു, കുട്ടികളോടാണ് അങ്ങനെ പറയുന്നത്. തുടർന്ന് എന്താ അവിടെ സംഭവിക്കുക? എന്താണ് ശിവ? കുട്ടികളത് പാരന്റ്സിനോട് എന്ന് പറയും. കുട്ടികൾ അത് പാരന്റ്സിനോട് എന്ന് പറയും. പാരന്റ്സ് ആരോട് പറയും? മാനേജ്മെന്റിനോട് പറയും. അപ്പൊ ടീച്ചറുടെ ജോലി പോകും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ടീച്ചർക്ക് ടീച്ചറുടേതായിട്ടുള്ള അഭിപ്രായം പറയാനായിട്ടുള്ള അവകാശമില്ല. മാനേജ്മെന്റ് എന്ത് കാര്യമാണോ പറയുന്നത്, അതായത് സ്കൂളുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ്, പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ടീച്ചർക്ക് പറയാൻ കുഴപ്പമില്ല. പക്ഷെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് അവിടുത്തെ റൂൾസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, അത് മാനേജ്മെന്റ് എന്താണോ പറയുന്നത് അങ്ങനെ തന്നെ കുട്ടികളുടെ അടുത്ത് ചെന്ന് പറയാന്നുള്ളതാണ് ടീച്ചറുടെ ഡ്യൂട്ടി. ഒരിക്കലും അത് എന്താ പറയാ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. മറിച്ച് ആ ഒരു കാര്യത്തെ വേറെ ഒരു രീതിയിലാക്കി പറയാനായിട്ട് പാടുള്ളതല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടികള് അത് പാരന്റ്സിന്റെ അടുത്ത് പറയും, അമ്മ ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അച്ഛ ടീച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയും. അപ്പൊ ഇവര് തന്നെ വിചാരിക്കും ഇവരെന്താണ് അങ്ങനെ പറയുന്നേ എന്ന് പറഞ്ഞിട്ട് നേരെ മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് ആരാണോ അവരെ നേരിട്ട് വിളിക്കും. എന്നിട്ട് എന്താണെന്ന് കാര്യം ചോദിക്കും. ഈ ടീച്ചർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അവർക്കിടയിൽ ചില കാര്യങ്ങളൊക്കെ, അതായത് പിന്നീട് മാനേജ് ചെയ്ത് അറിഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ആ ടീച്ചറെ സസ്പെൻഡ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കാനായിട്ട് പാടില്ല ടീച്ചർ. മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വൺ, ചിൽഡ്രൻ. ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? ചിൽഡ്രൻ. Children, the aim of the teaching profession itself is to communicate with the children. At the same time, we should note that parents are also watching their children regularly. So, whenever the teacher wants to communicate the children by oral or written, she should feel that the parents are in the back. Not only her words, but also all her activities, including about her dress. The information is being informed to the parents by the children. So she should have to be careful not only in written statement and oral statement, but also in behavior to the children. When the teacher is writing a short note, she is communicating with her parents only. അത് കുട്ടികളായിട്ട് ആശയവിനിമയം നടത്തുക എന്നാണ് ടീച്ചർമാരുടെ മെയിൻ ലക്ഷ്യം.
അതേസമയം പാരൻസും കുട്ടികളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ടീച്ചേഴ്സ് ഓർപ്പിക്കേണ്ടതാണ്. അധ്യാപകൻ കുട്ടികളോട് സംസാരത്തിലൂടെയും എഴുത്തിലൂടെയും ഇങ്ങനെ ആശയവിനിമയം നടത്തുമ്പോഴൊക്കെ കുട്ടികളുടെ പാരൻസും കുട്ടികളുടെ ഉണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് തോന്നണം. കുട്ടികളുടെ ഒപ്പം ഉണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് തോന്നണം. അവരോട് വാക്കുകളായിട്ട് മാത്രമല്ല, അവരുടെ വസ്ത്രധാരണം, അവരുടെ പ്രവർത്തനങ്ങള് എല്ലാം പാരൻസിനെ അറിയിക്കണം എന്നാണ്. എഴുത്തായിട്ടും വാക്കായിട്ടും സംസാരിക്കുമ്പോഴത്തേക്കും കുട്ടികളോട്ട് ഇടപെടുമ്പോഴത്തേക്കും മാത്രമല്ല, കുട്ടികളുടെ പെരുമാറ്റത്തിലും എല്ലാം ടീച്ചേഴ്സ് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ എന്തെങ്കിലും ടീച്ചർ എന്തെങ്കിലും ഒരു കുറിപ്പ് എഴുതുകയാണെങ്കിൽ തന്നെ ഇപ്പൊ അവര് പാരൻസിനോടായിരിക്കും ആശയവിനിമയം നടത്തിയിട്ടുണ്ടാവുക. അതായത് ടീച്ചിങ് പ്രൊഫഷന്റെ എയിം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ചിൽഡ്രനുമായിട്ട്, അതായത് കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചിങ് പ്രൊഫഷന്റെ എയിം. അപ്പോ നമ്മള് എന്താ പറയാ, ശരിക്കും പറഞ്ഞാല് പാരന്റ്സ് എന്ന് പറയുന്നത് കുട്ടികളെ വാച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് കുട്ടികൾ സ്കൂളില് പോകുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ സ്കൂൾ വിട്ട് കഴിയുന്ന സമയവും കുട്ടികൾ വീട്ടിലേക്കാണ് വരുന്നത്. പിന്നെയുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നതും വീട്ടിലാണ്. അപ്പോ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പാരന്റ്സ് എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളെ വാച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ വാച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് കുട്ടികൾക്ക് ചില കാര്യങ്ങൾ അറിയാം എന്നത് ടീച്ചറിന് അവയർനെസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ടീച്ചർ ഇപ്പോ ഓറൽ ആയിട്ട് അല്ലെങ്കിൽ റിട്ടൺ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഡയറക്റ്റ്, അതായത് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അത് കുട്ടികൾ എന്ത് ചെയ്യും, ആരോട് പോയി പറയും? പാരന്റ്സിനോട് പോയി പറയും. അപ്പൊ ടീച്ചർ അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധാലു ആവണം. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും, അത് വാക്കാലാവട്ടെ, വെർബലി ആകട്ടെ, അല്ലെങ്കിൽ റിട്ടേൺ ആകട്ടെ, ഓരോ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പാരന്റ്സിനോട് പോയി പറയുന്നുണ്ട് അല്ലെ. ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കുട്ടി സ്കൂളിൽ വരുന്ന സമയത്ത് കുട്ടിയുടെ തൊട്ടടുത്തായിട്ട് മറ്റൊരു കുട്ടി ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അവര് പറയുന്ന ഓരോ കാര്യങ്ങളും ഈ കുട്ടി കേൾക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളോട് വന്ന് പറയും അല്ലെ, പാരന്റ്സിനോട് വന്ന് പറയും, അമ്മേ ഇന്നവൻ ആ ഒരു കാര്യം എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ അവൻ ടൂറ് പോയിട്ടുണ്ടായിരുന്നു, അവര് എവിടെയാണ് ടൂറ് പോയത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കുട്ടികൾ വന്ന് പറയാറില്ലേ. തൊട്ടടുത്തുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ കാര്യങ്ങള് നമ്മളോട് വന്ന് ഷെയർ ചെയ്യാറുണ്ടോ? നിങ്ങളോട് ഉണ്ടോ? ഒന്ന് ഷെയർ ചെയ്യാറില്ലേ? ഷെയർ ചെയ്യാറുണ്ടല്ലോ. കൂട്ടുകാരുടെ ഒക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, അവര് നമ്മളോട് വന്ന് പറയൂ അല്ലെ. അപ്പൊ എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യം ആര് ശ്രദ്ധിക്കുന്നുണ്ട്? പാരന്റ്സ് കൂടി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടീച്ചർ പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ളവയായിരിക്കണം. ഓക്കെ, വളരെ ശ്രദ്ധിച്ചു വേണം കുട്ടികളെ കൈകാര്യം ചെയ്യാനായിട്ട്. പിന്നെ വേർഡ്സ് മാത്രമല്ല അവരുടെ ശ്രദ്ധിക്കുക. ഇപ്പൊ ചില കുട്ടികളാണെങ്കിൽ ഭൂരിഭാഗം കുട്ടികളും ടീച്ചേഴ്സിന്റെ ഡ്രസ്സിങ് സ്റ്റൈൽ ശ്രദ്ധിക്കാം. ഇപ്പൊ ചില ടീച്ചേഴ്സ് സാരി ആയിരിക്കും ധരിക്കുന്നത്, ചില ടീച്ചേഴ്സ് ചുരിദാർ ആയിരിക്കാം. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈൽ ഉണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുന്നത് കാണാം. പിന്നെ അതുപോലെ തന്നെ ആക്സസറീസ്, അതായത് ആ ടീച്ചർ ചിലപ്പോ ആ സാരിക്ക് മാച്ച് ആയിട്ടുള്ള മാലയോ കമ്മലോ വളയോ ഒക്കെ ആയിരിക്കും. ക്ലിപ്പ് വരെ ചില കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നത് കാണാം അല്ലെ. നിങ്ങള് ചെറുപ്പ കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിനെ ശ്രദ്ധിക്കാറില്ല. നല്ല രീതിയിൽ ഡ്രസ് ചെയ്തൊക്കെ വരുന്ന ടീച്ചേഴ്സ്, നല്ല രീതിയിൽ ആക്സസറീസ് ഒക്കെ ഇട്ട് വരുന്ന ടീച്ചേഴ്സിനെ ആരായാലും ശ്രദ്ധിച്ചു പോകൂലേ? പോകുവോ? ശ്രദ്ധിക്കുവോ? ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ടീച്ചേഴ്സ്, അതായത് കുട്ടികൾ വന്ന് പറയും, അമ്മ ടീച്ചർ ഈ ഒരു പെൺകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും അവർ പ്രത്യേകം ശ്രദ്ധിക്കും. ടീച്ചറുടെ സാരി, പിന്നെ അതുപോലെ ആക്സസറീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എന്നിട്ട് വീട്ടിൽ വന്ന് പറയും, അമ്മ ഇന്ന് ആ ടീച്ചർ ഈ കളറിലുള്ള സാരിയാണ് എടുത്തിരുന്നത്, നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല മാലയായിരുന്നു, നല്ല കമ്മലായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയാറുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ആരും ഒബ്സർവ് ചെയ്യുന്നുണ്ട്, കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതുവഴി പാരന്റ്സ് ആ കാര്യം അറിയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു ടീച്ചർ എന്ന രീതിയിൽ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ കുട്ടികളുടെ മുമ്പിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ പറയുന്ന ഒരു വാക്കാണെങ്കിൽ പോലും ആ വാക്ക് എന്ന് പറയുന്നത് വളരെ അതായത് കൃത്യമായിട്ടുള്ള കാര്യമായിരിക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ പാരന്റ്സിന്റെ ചെന്ന് പറയും, പാരന്റ്സ് മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യും.
ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഞാനൊരു 5 മിനിറ്റ് നിങ്ങൾക്ക് സമയം തരാം. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ ഇവിടെ തീരുവാണ്. അപ്പൊ ഇതിനെ കുറിച്ച് ഒരു സമ്മറി പോലെ നിങ്ങൾക്ക് പറയാം. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായതെന്ന് നിങ്ങളൊന്ന് പറയണം. 5 മിനിറ്റ് സമയം തരാം കേട്ടോ. ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ, എഴുതൊന്നും വേണ്ട, മനസ്സിലൊന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ ആണോ? 5 മിനിറ്റ് തരാം. പറയാൻ റെഡി ആണെങ്കിൽ പറയാം കേട്ടോ.
ശുഭ, എന്തോ ടീച്ചർ? ഒക്കെയാണോ പറയാനായിട്ട്? ടീച്ചർ ഞാൻ പറയാവേ, പക്ഷെ എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല, അപ്പൊ ഞാൻ ഓർമ്മയിൽ നിന്നുള്ളത് പറയും. ഓക്കെ, അറിയാവുന്ന കാര്യങ്ങൾ, ഇതുവരെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. കമ്മ്യൂണിക്കേഷൻ അല്ലേ ടീച്ചർ? കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ ഉള്ളിലെ ആശയങ്ങളെ മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും 2 വേ ആയിരിക്കും. ഒരാൾക്ക് തന്നെ നിന്ന് സംസാരിക്കുന്ന അതിനെ നമുക്ക് ശരിക്കുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളും നമ്മുടെ ഇമോഷൻസ് ഒക്കെ മറ്റൊരാളിലേക്ക് എത്തിച്ച് മറ്റൊരാൾ അത് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതാണ് ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഈ കമ്മ്യൂണിക്കേഷൻ ഹ്യൂമൻ ലൈഫിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷന്റെ ചില കമ്പോണൻസുകളാണ് സെൻഡർ, റിസീവർ, എൻകോഡ്, ഡീകോഡ്, ചാനൽ. സെൻഡർ എന്ന് പറയുന്നത് ആ മെസ്സേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആള് എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മെസ്സേജ് ഇടുന്ന ആ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ് സെൻഡർ. പിന്നെ സെൻഡർ പറയുന്ന കാര്യങ്ങൾ റിസീവ് ചെയ്യുന്ന അത് മനസ്സിലാക്കുന്ന ആളാണ് റിസീവർ. എൻകോഡ് എന്ന് പറഞ്ഞാൽ ഈ സെൻഡർ അയാളുടെ കമ്മ്യൂണിക്കേഷൻ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് എൻകോഡ് ചെയ്യും. ചിലപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ സിമ്പിൾസ് ആയിട്ടോ അങ്ങനെ ഏത് രീതിയിലാണോ അയാള് അതിനെ മെസ്സേജിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന അതിനുപയോഗിക്കുന്ന അതിനെയാണ് ആ മെസ്സേജിനെ എൻകോഡ് ചെയ്യും. അങ്ങനെ ഏത് രീതിയിലാണോ അയാൾ ആ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അതിനെയാണ് എൻകോഡ് എന്ന് പറയുന്നത്. പിന്നെ ഡീകോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് സെൻഡർ അയച്ച മെസ്സേജ് റിസീവർ സ്വീകരിച്ച അയാൾ അത് മനസ്സിലാക്കി എടുക്കുന്നത്. ഒരു മെസ്സേജ് കിട്ടിയത് കൊണ്ട് കാര്യമായില്ല, അയാൾക്കത് മനസ്സിലാകണം. എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുന്ന അതാണ് ഡീകോഡ് എന്ന് പറയുന്നത്. എന്താണ് അയച്ചേക്കുന്നതെന്ന് സിമ്പിൾ ആണെങ്കിൽ ആ സിമ്പിൾ എന്താ ഉദ്ദേശിച്ചേക്കുന്നത് മനസ്സിലാക്കുന്നതാണ് ഡീകോഡ്. പിന്നെ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മീഡിയത്തിൽ കൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഫോണാണോ, നേരിട്ടുള്ള സംസാരമാണോ, കത്താണോ, അങ്ങനെ എന്ത് മീഡിയം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് ചാനൽ എന്ന് പറയുന്നത്. പിന്നെ പിന്നെ ഇതിന്റെ പിന്നെന്താ നോയ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന ചില തടസ്സങ്ങൾ. അത് സെൻഡറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന തടസ്സങ്ങളും ഉണ്ട്, റിസീവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന തടസ്സങ്ങളും ഉണ്ട്. അതുപോലെ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും തടസ്സങ്ങളും ഉണ്ടാകാം. നെറ്റ്വർക്ക് ഇഷ്യൂ, LED മിന്നലോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ അതിലെ ആ നോയ്സ് കൊണ്ട് നമുക്ക് മെസ്സേജ് കറക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പം ചിലപ്പോ സെൻഡർ ഏതെങ്കിലും ലൗഡ് നോയ്സ് ഉള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ റിസീവർക്ക് അത് കറക്റ്റ് ആയിട്ട് മെസ്സേജ് കിട്ടത്തില്ല. കിട്ടുന്ന മെസ്സേജിന് ക്ലാരിറ്റി ഉണ്ടാകത്തില്ല, റിസീവർക്ക് അത് ശരിക്കും മനസ്സിലാക്കത്തുമില്ല. അതുപോലെ റിസീവർ നിൽക്കുന്ന സ്ഥലം നെറ്റ്വർക്ക് കവറേജ് നന്നായിട്ട് ഇല്ലാത്ത ഒരു ഏരിയ ആണെങ്കിൽ സെൻഡർ എന്ത് മെസ്സേജ് ആണ് നൽകിയതെന്ന് റിസീവർക്കും കറക്റ്റ് ആയിട്ട് മനസ്സിലാവത്തില്ല. അങ്ങനെ മനസ്സിലാകാണ്ട് വന്നു കഴിയുമ്പോൾ ഒരു കാര്യം നമ്മൾ പറയാതിരിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ അറിയാണ്ടിരിക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് അത് പാർഷ്യലി അറിയുന്നതും തെറ്റായിട്ട് അറിയുന്നതും. അപ്പൊ അത് വലിയ വഴക്കുകൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമാകാം. പിന്നെ എന്താ പിന്നെ ഒരു ക്ലാസ് റൂമില് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് ടീച്ചർ മാത്രം ലെക്ചർ ടൈപ്പ് അങ്ങനെയുണ്ട്. അതപ്പോ ടീച്ചർ മാത്രമായിരിക്കും അവിടെ സംസാരിക്കുന്നത്. അപ്പൊ അവരതിന്റെ ലെക്ചർ കൊടുക്കും. പിന്നെ നോട്ടൊക്കെ ബോർഡിലൊക്കെ എഴുതിയിടും. പറയാൻ ഉദ്ദേശിക്കുന്ന അത്രയും ടോപ്പിക്ക് പറഞ്ഞ് പഠിപ്പിച്ച് അവര് പോകും. കുട്ടികളിൽ അത് ഡൗട്ട് ചോദിക്കുകയൊന്നുമില്ല. ടീച്ചർ കൂടുതലൊന്നും അവരോടും പറയില്ല. അവിടെ അതൊരു 1 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ടീച്ചർ സ്വയം സംസാരിച്ച് തിരിച്ചു പോകും. ടീച്ചർ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച അത്രയും ഭാഗവും പഠിപ്പിച്ചുകൊണ്ട് ടീച്ചർ തിരിച്ചു പോകും.
പിന്നെ ഉള്ളത് ക്ലാസ് റൂമിൽ ടീച്ചറും കുട്ടിയും കൂടെ ഇന്ററാക്ട് ചെയ്ത് പഠിക്കുന്നത്. ടീച്ചർ പഠിപ്പിക്കുന്നു, കുട്ടി ഡൗട്ട് ചോദിക്കുന്നു, അങ്ങനെ ഒരു പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ക്ലാസ് റൂമിൽ ഗ്രൂപ്പായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതിനൊരു ഗ്രൂപ്പ് ലീഡറും ഉണ്ടാകും. അപ്പം ടീച്ചർക്ക് അല്ല ഗ്രൂപ്പിലേക്ക് എന്തെങ്കിലും ഒരു വർക്കോ പ്രത്യേകിച്ച് സയൻസിന്റെ ഒക്കെ ആണെങ്കിൽ അങ്ങനെ വർക്കൊക്കെ കൊടുക്കും. അപ്പൊ കുട്ടികളെല്ലാരും ചെയ്യും. ടീച്ചറുമായിട്ട് ഗ്രൂപ്പ് ലീഡർക്കാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ടീച്ചറെ ഈ ഗ്രൂപ്പ് ലീഡർ ആയിരിക്കും അറിയിക്കുന്നത്. അങ്ങനെ. പിന്നെ കമ്മ്യൂണിക്കേഷൻ പലതരത്തിലുണ്ട്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ശുഭ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയിപ്പിക്കാം കേട്ടോ. വേറെ ഒരാള് ഇതിന്റെ ബാക്കി ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരിക പറയാനായിട്ട് കേട്ടോ. ഓക്കെ. ടീച്ചർ എന്റെ ഒരു ടെക്സ്റ്റ് ഇല്ലായിരുന്നേ, ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ വരെ വന്നേക്കുവാ. കേട്ടോ. എല്ലാവർക്കും മനസ്സിലായില്ലേ ശുഭ പറഞ്ഞത്? ബാക്കിയുള്ളവര് ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. Thank you, ma'am. ഓക്കെ, താങ്ക് യു. Thank you, ma'am.